ആഘോഷങ്ങളുടെ നാട് മുതൽ ആവേശങ്ങളുടെ നാടുവരെ ഇരുപത്തിയാറ് വർഷങ്ങളുടെ വിശ്വാസം, 54-ലധികം വിജയകരമായ പ്രോജക്റ്റുകൾ. ഒറ്റയ്ക്കല്ല, ഒന്നായി ഒരുമിച്ച് ജീവിക്കാം. വീടാണ് വിശ്രം. വടക്കാഞ്ചേരി കുന്നംകുളം നഗരസഭകളിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ നഗരസഭാ സെക്രട്ടറി കെ മനോജിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. അധികാര ദുർവിനിയോഗം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും ഭരണസമിതിക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വടക്കാഞ്ചേരി കുന്നംകുളം നഗരസഭയിൽ ക്രമക്കേട് നടത്തി കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ സെക്രട്ടറി മനോജിനെ അറസ്റ്റ് ചെയ്യണമെന്നും സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ വരുന്ന 4-ാം തീയതി ആഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 10:30 നഗരസഭ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി കുന്നംകുളം നഗരസഭകളിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ നഗരസഭാ സെക്രട്ടറി കെ മനോജിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4-ന് കാലത്ത് 10:30 വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ രൂപീകരണത്തിന് ശേഷം 2 പഞ്ചായത്തുകളുടെയും അസസ്മെന്റ് രജിസ്റ്ററുകൾ ഒന്നാക്കുന്ന സമയത്ത് മനോജ് സെക്രട്ടറിയായി വന്ന ശേഷം പൊളിച്ചുപോയ കെട്ടിടങ്ങളുടെ നമ്പറുകൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളിലേക്ക് നൽകി കോടികളുടെ കോഴ വാങ്ങിയതും, പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഉപകരണങ്ങൾ വാങ്ങിയെന്ന് കാണിച്ച് ലക്ഷങ്ങൾ കൊള്ളയടിച്ചതും, നഗരസഭാ മിനിറ്റ്സിൽ കമ്മിറ്റിയിൽ വരാത്ത തീരുമാനങ്ങൾ എഴുതിച്ചേർത്തതും, ഗുണഭോക്തൃ ലിസ്റ്റ് തിരിമറി നടത്തിയതും, അർഹതയില്ലാത്ത ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയും ചെറുതും വലുതുമായ നിരവധി കളവുകൾ സെക്രട്ടറി ഭരണസമിതിയും ചേർന്ന് നഗരസഭയിൽ നടത്തിയതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടും പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഇവർക്കെതിരെ സർക്കാർ എടുത്തില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി. വടക്കാഞ്ചേരി നഗരസഭ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റും കേരള അസംബ്ലിയും പാസ്സാക്കിയ പഞ്ചായത്ത് രാജ് അതുപോലെ തന്നെ നഗരപാലിക ബില്ലൊന്നും ബാധകമല്ലാത്ത ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷവും ഇടത് ഭരണസമിതിയായിരുന്നു. ഇപ്പോൾ 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയ പ്രശ്നം നിങ്ങൾ അടിസ്ഥാനപരമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നും തന്നെ ഒരു മിനിറ്റ്സ് കൃത്യമായി എഴുതുകയോ, അത് മിനിറ്റ്സ് സാധാരണ രീതിയിൽ ഓൺലൈനായിട്ട് 48 മണിക്കൂറിനുള്ളിൽ അത് പബ്ലിക്കിന് കാണാവുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യണം. ഇന്ന് വരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വെറും നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണ്. മനോജ് വന്നതിന് ശേഷം, സെക്രട്ടറിയായി വന്നതിന് ശേഷം നഗരസഭാ കമ്മിറ്റികളിൽ വരേണ്ട മിനിറ്റ്സ് പോലും അജണ്ട പോലും നഗരസഭാ കമ്മിറ്റികളിൽ വരാതെ ബൈപ്പാസ് ചെയ്ത് പോവുകയാണ്. തീരുമാനങ്ങൾ പോലും കമ്മിറ്റിയിൽ വരാത്ത അജണ്ട, വയ്ക്കാത്ത അജണ്ട പോലും പിന്നീട് എഴുതി ചേർത്ത് തീരുമാനങ്ങളായി നടത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, പ്രളയമുണ്ടായി, കോവിഡ് ഉണ്ടായി. പ്രളയം ഉണ്ടായ സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത്. 75,000 1 ലക്ഷം വരെ ദിവസവേതനക്കാരായ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും മറ്റ് കണ്ടീജൻ സ്റ്റാഫിൻ്റെ വരെ പേരിൽ അഡ്വാൻസ് കൊടുക്കുകയാണ്. നിയമപരമായി ഒരു നമുക്കറിയാം 1000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ചെക്ക് കൊടുക്കണമെന്നാണ് നഗരസഭയിൽ നിന്ന്. ഇത് അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ കള്ള വൗച്ചർ ഉണ്ടാക്കി വെക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ ചിലവഴിച്ചിട്ടുള്ളത്. ഞാനും ആസാദും ഒക്കെ ഇതിനെതിരെ പരാതി കൊടുത്ത് ഓഡിറ്റ് നടന്നു. ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായി. ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നിട്ടുള്ളതാണ്. പരാമർശമുണ്ടായി, പക്ഷേ നടപടി ഉണ്ടായില്ല. അതുപോലെ തന്നെ പ്രളയത്തിൽ ഒഴുകി വന്ന മണ്ണും മരവും എവിടെയാണ് ലേലം ചെയ്തിട്ടുള്ളത്? ഒരു ലേലവുമില്ലാതെ മറിച്ച് വിറ്റ് ഇതിൻ്റെ പൈസ നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. മണ്ണ് വിറ്റതിൻ്റെ പണം നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതിൽ നിന്ന് കുറേ മണ്ണെടുത്താണ് ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് 50 ലക്ഷം രൂപ ചെലവ് ചെയ്തെന്നാണ് പറയുന്നത്. ഇരട്ടക്കുളങ്ങര ഭാഗത്ത് കുന്നിടിഞ്ഞ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടാണ് ഈ രൂപത്തിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ റെഡ് എർത്ത് കൊണ്ടുവന്ന് അത് അരച്ച് മണലും കൂടി മിക്സ് ചെയ്തിടുന്നതിന് പകരം ഈ വേസ്റ്റ് മണ്ണ് കൊണ്ടിട്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ കാര്യം, ഗുണഭോക്തൃ ലിസ്റ്റ്, കൃത്യമായൊരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ആരെ വന്നുവെച്ചാൽ അവൻ്റെ സൗകര്യം നോക്കി BPL ആണോ എന്ന് നോക്കാതെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഈ മുച്ചക്ര വാഹനം വികലാംഗർക്ക് കൊടുക്കുന്നത്,
എല്ലാ പദ്ധതികളും ഇതുപോലെ ചെയ്തുകൊണ്ട് വലിയ പണാപഹരണമാണ് സെക്രട്ടറി. മുമ്പ് പഞ്ചായത്തുകളായിരുന്നപ്പോൾ അസസ്മെൻറ്റ് രജിസ്റ്റർ നഗരസഭയുടെ ഒരുമിച്ചുള്ള അസസ്മെൻറ്റ് രജിസ്റ്റർ ആക്കാൻ വേണ്ടി അതിൻ്റെ നടപടി നടത്തുമ്പോൾ മനോജ് വരുന്നവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. മനോജ് വന്നതിന് ശേഷം പൊളിച്ചു കളഞ്ഞ ബിൽഡിങ്ങുകളുടെ പേരിൽ പുതിയ ബിൽഡിങ്ങുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തിരിക്കുക. നവീകരണത്തിന് പുതിയ ഇതനുസരിച്ച് ആ നിൽക്കുന്ന കെട്ടിടം മോഡിഫൈ ചെയ്യാൻ വകുപ്പുണ്ട്. അതിൻ്റെ പേരിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് നമ്പർ കൊടുത്തിരിക്കുക. ലക്ഷക്കണക്കിന് രൂപയാണ് മനോജ് ഇതിൻ്റെ പേരിലൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇത് തന്നെയാണ് കുന്നംകുളത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും നടന്ന അതേ മാതൃകയിലാണ് കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും നടന്നിട്ടുള്ളത്. വടക്കാഞ്ചേരി കുന്നംകുളം ചെയ്ത ഒരേ സെക്രട്ടറിയാണ്. ഇയാൾ കഴിഞ്ഞ കാലത്ത് CPM-ൻ്റെ നേതാവ് പിന്നെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇയാളുടെ കാല് പിടിച്ച് നടക്കുകയാണ്. ചെയർമാൻ, ഇതിൽ സെക്രട്ടറി മാത്രമല്ല ഉത്തരവാദി, ഈ 2 സ്ഥലത്തെയും ചെയർമാന്മാർ ഉത്തരവാദികളാണ്. അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം. സെക്രട്ടറിക്കും സുരേന്ദ്രനുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഈ മാർച്ചിലൂടെ ഞങ്ങൾ പറയുന്നത്. എന്തായാലും അത് ഒരു കാര്യം ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടെ നമുക്കറിയാം കുമ്പളങ്ങാട് ബയോ മൈനിങ് എന്താണെന്ന് അത് ആർക്കും അറിയില്ല. 20 ആസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥലം വാങ്ങിയത്. അതിനുശേഷം ഇതുവരെ അതിൽ വന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമുക്കറിയാം. ആ പ്ലാസ്റ്റിക് മൈൻ ചെയ്ത് മണ്ണിനെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എത്ര പ്ലാസ്റ്റിക് കിട്ടിയവിടുന്ന്? അവസാനം പ്ലാസ്റ്റിക് തികയ്ക്കാൻ വേണ്ടി വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ടുപോയി ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടിട്ട് ലോറിയിൽ കയറ്റി ഫ്ലാഗ് ഓഫ് ചെയ്തത്. അന്ന് ആ സമയത്ത് ഞാൻ എല്ലാ പത്രക്കാരോടും അത് പറഞ്ഞിരുന്നു. 9 കോടി രൂപ, 1 കോടി രൂപയുടെ പണി പോലും അവിടെ നടന്നിട്ടില്ല. അത് വിജിലൻസ് അന്വേഷണം നടത്തണം. 1 കോടി ബ്രഹ്മപുരത്ത് ഇതാണ് ഉണ്ടായത്. 30 കോടിയുടെ പദ്ധതി ഉണ്ടാക്കി ഇത് ബയോമൈനിങ് നടത്തി പ്ലാസ്റ്റിക് കൊടുത്ത് അതിന് തീ കൊടുത്തു. എന്നിട്ട് ഒരു മുഴുവൻ പ്ലാസ്റ്റിക് കത്തിപ്പോയി. പിന്നെ എങ്ങനെ ഓഡിറ്റ് ചെയ്യുക? ഇത് തന്നെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ വേറെ രീതിയിലാണ്. കുഴിച്ചെടുത്ത പ്ലാസ്റ്റിക് കുറച്ച് അവിടെ കൊണ്ടിട്ട് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കൂടി കൊണ്ടുവന്ന് ഇത് ബയോമൈനിങ്ങിലൂടെ എടുത്താണെന്ന് പറഞ്ഞ് ഇവരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏറ്റവും വലിയ തട്ടിപ്പ്. ഈ ബയോമൈനിങ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ്. കോടിക്കണക്കിന് ശുചിത്വ മിഷൻ തൊട്ട് ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം. വടക്കാഞ്ചേരി കുന്നംകുളം നഗരസഭകളിൽ ക്രമക്കേടുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി അധികാര ദുർവിനിയോഗം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും ഭരണസമിതിക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതെന്നും ഇവർ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷക്കാലം സുരേന്ദ്രൻ്റെയും ശിവപ്രിയയുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതികൾ ഒട്ടനവധിയുണ്ട്. ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഞാനും അജിത് കുമാറും ഒക്കെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചതാണ്. മറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസം വടക്കാഞ്ചേരിയിലെ ചാർജുള്ള സെക്രട്ടറി 3.5 വർഷക്കാലം വടക്കാഞ്ചേരിയുടെ താൽക്കാലിക സെക്രട്ടറി ആയിട്ടായിരുന്നു അയാൾ നടന്നിരുന്നത്. ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ ആയപ്പോഴും വടക്കാഞ്ചേരിയിൽ നിന്നും ആൾ പിടുത്തം വിട്ടുണ്ടായിരുന്നില്ല. അഴിമതി നടത്തുന്നതിന് വേണ്ടി അഴിമതിക്ക് ഒത്താശ ചെയ്യുന്ന മന്ത്രിയായിരുന്ന രാജേഷും അതുപോലെ തന്നെ ഇവിടുത്തെ ചെയർമാനായ സുരേന്ദ്രനും ഒക്കെ തന്നെ അതിൻ്റെ പങ്കാളികളാണ്. ഇതൊരു സെക്രട്ടറിയിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെ ഈ മാർച്ച് മാസം 2025-26 മാർച്ച് മാസം അവസാനിക്കുന്ന ദിവസത്തിൽ ഒരു CLS താൽക്കാലിക ജീവനക്കാരിയുടെ അക്കൗണ്ടിൽ നഗരസഭയിലേക്ക് വരേണ്ടതായ സംഖ്യ മാർച്ച് മാസം 31-ാം തീയതി നഗരസഭയിലേക്ക് വരേണ്ടതായ സംഖ്യ 1.25 ലക്ഷം രൂപ ഇപ്പോഴത്തെ കുടുംബശ്രീ ചെയർപേഴ്സണായ ശ്രീമതി സിന്ധു സോമൻ്റെ പേരിൽ 10-15 ദിവസക്കാലം അവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അത് ഓഡിറ്റ് ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 13 കോടി രൂപയാണ് 21 മുതലുള്ള 24 വരെയുള്ള കാലഘട്ടത്തിൽ തടഞ്ഞു വയ്ക്കപ്പെട്ട ഫണ്ടുകൾ. റെസീറ്റുകളില്ല, ബില്ലുകളില്ല, വൗച്ചറുകളില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ 24-25 ഓഡിറ്റിൽ 3.25 കോടി രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായ ഓഡിറ്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടുകളൊക്കെ സംസ്ഥാന സർക്കാരിന് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളൊപ്പം തന്നെ അവരുടേതായ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ പോലും അവിടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും അജിത് കുമാറിനുള്ള അടങ്ങുന്ന കമ്മിറ്റിയിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വിജിലൻസ് എൻക്വയറി ഇവിടെ നടത്തി ഓഡിറ്റ് റിപ്പോർട്ടുകളെയും എല്ലാം പരിശോധിക്കുകയും ആ പരിശോധനയുടെ ഫലമായി പ്രിലിമിനറി എൻക്വയറിക്ക് വേണ്ടി ഡയറക്ടർക്ക് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് നൽകി കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെയാണ് കുന്നംകുളത്ത് നടന്നിട്ടുള്ള സംഭവം. ഇയാൾ കുന്നംകുളത്ത് വടക്കാഞ്ചേരിയിൽ മാത്രമല്ല, കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭയിലും ആലപ്പുഴയിൽ ഇറക്കിയത് അവിടെയും അഴിമതിയുടെ ഒരു വലിയൊരു വ്യക്തമായിട്ടാണ് അയാൾ സംരക്ഷിക്കുന്നത് CPM ആണ്. വാർത്താ സമ്മേളനത്തിൽ DCC സെക്രട്ടറി K. അജിത് കുമാർ, NR സതീശൻ, നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദ് എന്നിവരും പങ്കെടുത്തു.
You are watching VCV News.